അങ്ങനെ നമ്മുടെ വൈജ വീട് വിട്ട് ഇറങ്ങി പോരാണ്. ബാലചന്ദ്രനെ ഉപേക്ഷിച്ച് പോരാണ്. ആ സമയത്ത് നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ശിവേട്ടാ, അവർക്ക് എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കൂടപ്പറപ്പായാലും ശരി, സ്വന്തം മക്കളായാലും ശരി. ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നതിനല്ല നിങ്ങളിങ്ങനെയൊക്കെ എന്നോട് ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശിവേട്ടൻ പറയുന്നുണ്ട്, നീ ഇപ്പം എന്നാടി നിൻ്റെ കാര്യമല്ല എല്ലാ കാലത്തും നോക്കിയത്, നിൻ്റെ സന്തോഷം നിൻ്റെ സൗകര്യം മാത്രമല്ല നീ നോക്കിയത്, നീ എന്നാ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കിയതെന്ന് പറഞ്ഞിട്ട് ശിവോട്ടൻ വൈജയോടും നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, ഇനി ശിവേട്ട എന്തെന്നെ പറഞ്ഞാലും ശരി, ഞാൻ അലീനുള്ള കാലം ആ വീട്ടിലേക്ക് കയറി പോവില്ല, ഞാൻ നിങ്ങൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീനയും രോഹിത്തും കൃഷ്ണമോളും ബബിതയും എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ വൈജയോട് കോംപ്രമൈസ് ടോക്കിന് വരുന്നുണ്ട്. പക്ഷേ വൈജ ഒരിക്കലും സമ്മതിക്കുന്നില്ല. മനു അതിൻ്റെ ഇടയിൽ നിന്നിട്ട് പറയണൊക്കെ ഉണ്ട്. പക്ഷേ വൈജ ഒരു തരത്തിൽ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. നീ ഉള്ള കാലം ഞാൻ അവിടെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. എല്ലാവരും ദുഃഖത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ടോണി ഫുള്ളായിട്ട് മദ്യപിച്ചിട്ട് വരുന്നുണ്ട്. അവന് മനസ്സിലായി ഷെറീൻ്റെ കുട്ടി എവിടെയെന്നൊക്കെ മനസ്സിലായി. അവൻ കണ്ടെത്തി. എന്തായാലും മാമച്ചനോട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിങ്ങളുടെ കുട്ടി എവിടെയെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ അതൊരിക്കലും പറഞ്ഞു തരില്ല. അത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി, ഞാൻ നിങ്ങളോട് ഒരിക്കലും അത് പറഞ്ഞു തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ആ കുട്ടി എവിടെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകെ ആകാംക്ഷയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും ഒന്നും പറയാതെ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അവന് വല്ലാത്ത വിഷമമായിരുന്നു. കാരണം ഷെറീൻ അവൻ എങ്ങനെ ചതിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.